സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അലേർട്ടില്ലാത്ത കോഴിക്കോടും വയനാടും കനത്ത മഴയാണ്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ ശക്തമായ കാറ്റിൽ മേൽക്കൂരയിലെ ഷീറ്റുകൾ പറന്നുപോയി. സൈബർ പാർക്കിന്റെ മതിൽ ഇടിഞ്ഞു വീണു. ഈ മതിൽ ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിന് മുകളിൽ തട്ടിയിട്ടാണ് ഈ മതിൽ മൊത്തം നിൽക്കുന്നത്. ഇതൊക്കെ ഇടിഞ്ഞു വീണവർക്ക് തന്നെയാണ്. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ അതോറിറ്റി സൈറൺ മുഴക്കി. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബിയും കോഴിക്കോട് നിന്ന് അഞ്ജന സുകുമാരനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, എത്ര ദിവസത്തേക്കാണ് ഈ മുന്നറിയിപ്പ് തിരുവനന്തപുരത്തും കൊല്ലത്തും? എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? ആര്യ, അടുത്ത 3 ദിവസത്തേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ അനുഭവിച്ചത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മേഖലയിലും, മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരമേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച മഴയ്ക്ക് ഇതുവരെ ഒരു ശമനം ഉണ്ടായിട്ടില്ല. ഇടവിട്ടുള്ള ഒരു മഴ, ചെറിയ രീതിയിൽ ഇടവിട്ടുള്ള ഒരു മഴയായതുകൊണ്ട് മാത്രമാണ് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടാത്തത്. പക്ഷേ ആശങ്കയേറിയ ഒരു സാഹചര്യം കൂടി ഈ ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം കന്യാകുമാരി കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ചക്രവാത ചുഴി വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനകം തന്നെ ഇതൊരു ചുഴലിക്കാറ്റായി മാറാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാരണം ഈ 2 ജില്ലകളിലാണ് വലിയ രീതിയിലുള്ള തീരദേശ മേഖലയുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോയിട്ടുള്ളവർ എത്രയും വേഗം തിരിച്ചെത്തണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മറ്റു പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തവർ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ സംസാരിക്കുന്ന സമയത്തും ജിബിൻ മഴയത്താണ് നിൽക്കുന്നത്, നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി കോഴിക്കോടേക്ക് കൂടി പോകാം. അഞ്ജനയുണ്ട്. അഞ്ജന, കോഴിക്കോട് ഒരു തരത്തിലുള്ള മഴ മുന്നറിയിപ്പും ഇല്ല. പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല രീതിയിൽ മഴയായിരുന്നു. ഇന്നും അതേ അവസ്ഥയാണ്. മുന്നറിയിപ്പില്ലെങ്കിലും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഇന്നലെയും കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ നമ്മൾ കണ്ടതാണ്. യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും രാത്രിയോടെ കൂടെ നല്ല ശക്തമായ മഴ പെയ്യുകയായിരുന്നു. പലയിടത്തും വെള്ളം കയറി ചെറിയ താഴ്ന്ന റോഡുകളൊക്കെ വെള്ളത്തിനടിയിലുമായി. ഇന്നും അതേ ഒരു സ്ഥിതി തന്നെയാണ് വടക്കൻ ജില്ലകളിലൊക്കെ തന്നെയുള്ളത്. വടക്കൻ ജില്ലകളിൽ ഒരിടത്തും ഇന്ന് പ്രത്യേകിച്ച് അലേർട്ടൊന്നുമില്ല. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയാണ് അലേർട്ടുള്ളത്. വടക്കൻ ജില്ലകളിലൊന്നും അലേർട്ടില്ല, ഒരു മുന്നറിയിപ്പുമില്ല. എങ്കിൽ പോലും മഴ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഇത് തുലാവർഷം പോലെ തന്നെ സമാനമായി വൈകുന്നേരങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നു. അതോടൊപ്പം വലിയ രീതിയിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നു, ശക്തമായ മഴയുണ്ടാകുന്നു. അതും തുടർച്ചയായി പെയ്യുകയാണ്. ഇടവിട്ടുള്ള മഴയൊന്നുമല്ല, അത് തുടർച്ചയായി പെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ കോഴിക്കോടും വയനാടുമാണ് വടക്കൻ കേരളത്തിൽ മഴയുള്ളത്. വയനാട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മേൽക്കൂര അടർന്നു വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലയിടത്തും ഈ ചെറിയ മരങ്ങളും അതിൻ്റെ ശിഖരങ്ങളും ഒക്കെ പൊട്ടി വീണ് വൈദ്യുതി ലൈനുകൾ തകരാറിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിപ്പോൾ ഒരു വൈകിട്ട് 5 മണിയോടുകൂടെ തുടങ്ങിയ മഴയാണ്. ഇതിങ്ങനെ നിർത്താതെ പെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലൊരു ഇടിമിന്നൽ കൂടെയുണ്ട്. ഇന്നലെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇടിമിന്നലുണ്ടായിരുന്നു. അത് ശരിക്കും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടിമിന്നലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടം, ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ നിർദ്ദേശവും നൽകുന്നുണ്ട്. തുറസായ പ്രദേശങ്ങളിലൊന്നും നിൽക്കരുത്, സൂക്ഷിക്കണം, കരുതൽ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ വരുന്ന മഴ അത് ഏതായാലും ചെറിയ രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നഗരം ചുറ്റാനൊക്കെ ഇറങ്ങുന്ന ആളുകൾ ഒരുപാടാണ്. ഇന്ന് അവധി ദിവസമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വലിയ രീതിയിലൊരു പ്രയാസം കൂടെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ സെൻട്രൽ മാർക്കറ്റിനെ ചേർന്നുള്ള റോഡൊക്കെ ഇന്നലെ ഒരുപാട് നേരം വെള്ളത്തിനടിയിലായിരുന്നു. മഴയൊന്ന് തോർന്നതിന് ശേഷം മാത്രമാണ് അവിടുന്ന് വെള്ളം ഒഴുകി. അഞ്ജനയിലേക്ക് മടങ്ങി വരാം. ജിബിനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജിബിൻ, തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് ഇപ്പോൾ തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 ദിവസമായി മഴ ഇങ്ങനെ ഇടയ്ക്കൊന്നും നിൽക്കും, പക്ഷെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ മഴയിൽ പോലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് നഗരത്തിന്റെ ഒരു പൊതു സ്വഭാവം. നിലവിലെ സാഹചര്യം എന്താണ് ജിബിൻ? ആര്യ, നിലവിൽ ഈ വരുന്ന 3 ദിവസത്തേക്കാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ
ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടത്തും നേരത്തെ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാകാത്തത്. സാധാരണഗതിയിൽ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നതാണ് ചെറിയൊരു മഴയത്ത് പോലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും രൂപപ്പെടുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വെള്ളക്കെട്ടൊന്നും തന്നെ തലസ്ഥാന നഗരിയിൽ ഇതുവരെയും രൂപപ്പെട്ടില്ല. പക്ഷേ മലയോര മേഖലയിൽ അതിതീവ്രമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച മഴയ്ക്ക് ഇതുവരെയും ഒരു ശമനം ഉണ്ടായിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റ് പ്രത്യേക ആവശ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പ്രത്യേക അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ല. ജിബിനുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തീവ്ര മഴ മുന്നറിയിപ്പ് 2 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ എങ്കിലും കോഴിക്കോടും വയനാടും ഒക്കെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.